എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് ബേലൂരിലാണ്. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടെ ബേലൂരിലുള്ള ചെന്നകേശവ ടെമ്പിളും അതിൻ്റെ കാഴ്ചകളൊക്കെയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ഇവിടെയായിട്ട് കാണുന്നത് ഇവിടെ ബേലൂരിലുള്ള KSRTCയുടെ ബസ് സ്റ്റാൻഡാണ്. KSRTC എന്ന് പറയുമ്പം കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ്. അതും KSRTC എന്നാണ് പറയുക. ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ KSRTC ആയിട്ട്. പിന്നീട് KSRTCന്ന് ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് നമ്മുടെ കേരളത്തിന് കിട്ടി. അങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് നേരെ നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിലോട്ടാണ്. നിങ്ങളെ കാണുന്നത് കണ്ടോ, ഹോട്ടൽ മയൂര. ഈ മയൂര എന്ന് പറയുന്നത് കർണാടക ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. നമ്മുടെ KTDCയുടെ ഹോട്ടലുകൾ പോലെ കർണാടക ഗവൺമെൻറ് റൺ ചെയ്യുന്നതാണിത്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം. ഓൺലൈനായിട്ട് ബുക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ താമസിച്ചത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹോട്ടൽ മയൂര പോലെയുള്ള കർണാടക ഗവൺമെൻറ് കീഴിലുള്ള ഹോട്ടലുകളിലൊക്കെ താമസിക്കാം. അതാ അവിടെ ദൂരെയായിട്ട് കാണുന്നതാണ് നമ്മുടെ ചെന്നകേശവ ടെമ്പിൾ എന്ന് പറയുന്നത്. ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ തോന്നില്ലേ, ആ ഒരു ഗോപുരം. അതാണ് അതിൻ്റെ പ്രത്യേകത. എനിക്ക് കണ്ടപ്പോൾ ഫസ്റ്റ് അതാണ് തോന്നിയത്. നമ്മുടെ പത്മനാഭസ്വാമിയിലേക്ക് പോകുമ്പം കാണുന്ന അതേപോലെ തന്നെ ഉണ്ട്. ഈ ഒരു ഗോപുരത്തിൻ്റെ ഭംഗി തന്നെ നോക്കിക്കേ. നമ്മൾ ഹംപിയിൽ പോയ സമയത്ത്, ഹംപിയിൽ ഞാൻ പോയൊരു വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവരാണെന്ന് പോയി കാണണേ. അവിടെ വിരൂപാക്ഷ ടെമ്പിളിലൊക്കെ പോയപ്പം ഇതേപോലെയുള്ള ഗോപുരങ്ങൾ തകർന്നിട്ട് അതിൻ്റെ പകുതിയായിട്ടൊക്കെ കിടക്കുന്നത് നമ്മളവിടെ കണ്ടിട്ടില്ലേ. അത് പൂർണ്ണമാക്കി ഏകദേശം ഇതുപോലെയൊക്കെ ഉണ്ടാവും. രണ്ട് ടൈപ്പിലാണ് വരുന്നത്. താഴത്തെ ഭാഗം കരിങ്കല്ലുകൊണ്ടാണെങ്കിൽ മുകളിൽ കരിങ്കല്ലല്ല ഉപയോഗിച്ചെന്ന് തോന്നുന്നു, വേറെ എന്തോ മെറ്റീരിയലാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു കൽവിളക്ക് കൊടുത്തിട്ടുണ്ട്. അത് കടന്നു വേണം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അകത്തോട്ട് കയറിയാലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മനോഹാരിത എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പുറമേ നിന്ന് ആ ഗോപുരത്തിൻ്റെ മറവ് കൊണ്ട് നമുക്ക് ക്ഷേത്രം കാണാൻ പറ്റില്ല. പക്ഷെ ഉള്ളിലോട്ട് കയറിയാൽ ക്ഷേത്രം അതിമനോഹരമായൊരു സ്ട്രക്ചറിൽ കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഹലിബേഡുവിൽ പോയപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അതേ മാതൃക നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുടെ അതുകൂടെ ഒന്ന് പോയി കാണണം. ഞാനത് മുകളിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു ചെന്നകേശവ ടെമ്പിളിനെ വിജയനാരായണ ക്ഷേത്രം എന്നുകൂടെ വിളിക്കുന്നുണ്ട്. ഇത് വരുന്നത് നമ്മുടെ കർണാടകയിൽ ഹാസൻ ജില്ലയിൽ 12ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്ന ഈ ബേലൂരിൽ യാഗാച്ചി നദിയുടെ തീരത്ത് വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന രാജാവ്, കറക്റ്റ് പറയുകയാണെങ്കിൽ 1117 ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, 103 വർഷങ്ങളെടുത്തു ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കി തീരാൻ വേണ്ടിയിട്ട്. അതായത് 3 തലമുറകളിലെ രാജാക്കന്മാരാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പണി നോക്കിയത് എന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 103 വർഷം കൊണ്ട് നിർമ്മിച്ചെടുത്തൊരു ക്ഷേത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ക്ഷേത്രത്തിന് 444 അടി നീളമുണ്ട്. അതുപോലെ തന്നെ 396 അടി വീതിയുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി ദേവതമാരെ കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ്. ചെന്നകേശവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. ഇവിടെയായിട്ട് ഈ കാണുന്നത് അനന്തനെയാണ് കേട്ടോ. ഇത് വെങ്കലത്തിൽ നിർമ്മിച്ച അനന്തൻ്റെ ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി കാണാൻ പറ്റും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഒരു ചെരുപ്പാണ്. അതായത് ഭഗവാൻ ഉപയോഗിച്ചിരുന്ന ചെരുപ്പാണ് എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത്. അതിനുള്ളിലൊക്കെ ഒരുപാട് പൈസയൊക്കെ ആളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. വലിയൊരു ചെരുപ്പാണ്, തുകല് കൊണ്ടുണ്ടാക്കിയ. പണ്ട് കാലത്ത് ഭഗവാൻ മഹാവിഷ്ണു ഉപയോഗിച്ചിരുന്നതാണ്. അതായത് ഭഗവാന്റെ ചെരുപ്പായിരുന്നു എന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് കുറച്ച് കൗതുകമായിട്ട് കൂടെ തോന്നും. പക്ഷേ അവരൊക്കെ ഇതിനെ വളരെ പവിത്രമായിട്ട് കാണുന്നതാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ശ്രീകോവിൽ വരുന്നത്. ശ്രീകോവിലിൻ്റെ മുകളിലായിട്ട് മഹാവിഷ്ണുവും ദേവിയും ഒക്കെ ഇരിക്കുന്നത് കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും നമ്മൾ കാണുന്നത് മഹാവിഷ്ണുവിനെയാണ്. ശംഖുചക്രങ്ങളോടുകൂടി നിൽക്കുന്ന ഭഗവാനെയാണ് ഇവിടെ ഇങ്ങനെ കല്ലിൽ കൊത്തിവെച്ചത്. ഇവിടുത്തെ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് ബ്ലാക്ക് സ്റ്റോണിലാണ്. നിങ്ങൾക്ക് ആ ഒരു ഭംഗി കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽ ഇങ്ങനെ നോക്കി നോക്ക്. എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ കൊത്തുപണികളൊക്കെ ഇവിടെ ചെയ്തതെന്ന് കണ്ടോ. മിക്കതും ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തിട്ട് അതുപോലെ കൊണ്ടുവച്ചതാണ്. അത്ര ഭംഗിയോടുകൂടി, അത്ര സൂക്ഷ്മതയോടുകൂടി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചതാണ് ഇതൊക്കെ. ശരിക്കും നമ്മൾ ഇന്ന് ലോകാത്ഭുതങ്ങൾ എന്ന് വിളിക്കുന്ന പലതും നമ്മൾ ഇത്തരത്തിലുള്ള പഴയകാല സ്ട്രക്ചറുകളുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കിയാൽ അതൊന്നുമല്ല എന്ന് നമുക്ക് തോന്നും. ഇത്ര സൂക്ഷ്മമായിട്ട് ഇതൊക്കെ കണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് അവ കൊത്തിവെച്ചതെന്ന് കണ്ടോ? എത്ര പണിയെടുത്തിട്ടുണ്ടാവും. ആ കലാകാരന്മാരുടെ ഒരു മിടുക്കാണത്. അവരാണ് ഈ ശില്പങ്ങൾ ഇതുപോലെ ഇങ്ങനെ കൊത്തിവെച്ച് എന്താ പറയുക, അനുഗ്രഹീതരായ കലാകാരന്മാരാണ്. അവരൊക്കെ ആരാന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അവരെ നമുക്ക് ഈ നിമിഷം ഒന്ന് സ്മരിക്കാന്നേ എനിക്ക് തോന്നുള്ളൂ. ഇവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കേശവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ പര്യായമാണ്.
ചെന്നകേശവൻ എന്ന് വെച്ചാൽ സുന്ദരനായ കേശവൻ അല്ലെങ്കിൽ സുന്ദരനായ മഹാവിഷ്ണു, അതാണ് ആ ഒരു പേരിൻ്റെ അർത്ഥം വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് ചെന്നകേശവ ടെമ്പിൾ എന്ന് പേര് വന്നത്. ഒരു കാലത്ത് ഹിന്ദു മതത്തിൽ തന്നെ വൈഷ്ണവ, ശൈവ, ശാക്തേയ രീതികൾ പിന്തുടരുന്നവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്തും ഈ ക്ഷേത്രം ഒരു വൈഷ്ണവ സമ്പ്രദായത്തെ പിന്തുടരുന്നതാണെങ്കിൽ കൂടെ ശൈവ, ശാക്തേയ പ്രതിഷ്ഠകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രാധാന്യം കൂടി ഇത്തരം ക്ഷേത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളിലൊക്കെ ഈ ഹൊയ്സാല രാജാക്കന്മാരൊക്കെ വളരെ ഉയർന്ന ചിന്താഗതിയുള്ളവരായിരുന്നു. നമുക്ക് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവില്ല. ആ കാലത്ത് ചേരി തിരിഞ്ഞ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ പോലും ശൈവ, വൈഷ്ണവ, ശാക്തേയ രീതികൾ പിന്തുടരുന്നവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഞാനത് പറയാൻ കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ചുമരുകളിലൊക്കെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ശിവപുരാണത്തിലെയും ഒക്കെ കാര്യങ്ങളൊക്കെ കൊത്തിവെച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ശൈവ മതമായിട്ട് അല്ലെങ്കിൽ ശൈവ സമ്പ്രദായമായിട്ടും ശാക്തേയ സമ്പ്രദായമായിട്ടും മാത്രമല്ല, ബുദ്ധ, ജൈന സമ്പ്രദായങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പല കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലൊക്കെ കൊത്തിവെച്ചത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം 2023 മുതൽ ഹൊയ്സാലേശ്വര ക്ഷേത്രം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൊയ്സാലേശ്വര ക്ഷേത്രവും ഈ ചെന്നകേശവ ക്ഷേത്രവും 2023 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കൂടെ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് 4 പ്രതിഷ്ഠകളുണ്ട്. ഒന്നിൽ ദേവിയും ഒന്നിൽ ശിവഭാവത്തിലുള്ള ഭഗവാനെയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ക്ഷേത്രം 48 തൂണുകളിലാണ്, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ 48 തൂണുകളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് നിരവധി തവണ ഇസ്ലാമിക രാജാക്കന്മാരുടെ ആക്രമണത്തിൽ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആക്രമണം ഈ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെയൊക്കെ ബാധിച്ച സമയത്ത് അതിൻ്റെ കൂടെ ഈ ഒരു ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ടിരുന്നു. ഒരു തവണയല്ല, 6-7 തവണ ഈ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ നശിപ്പിച്ച കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പിന്നീട് കണ്ടെടുത്തിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ട് കൊണ്ടുവച്ചത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളൊക്കെ ആ ആക്രമണ സമയത്ത് തകർന്നു പോയവയാണ്. കാരണം അന്നത്തെ കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങളിൽ സമ്പത്ത് സൂക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഭഗവാന് സമ്പത്ത് സമർപ്പിച്ചിട്ട് ഭരിക്കുന്ന രീതിയും പിന്നെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിഗ്രഹങ്ങളായാലും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വലിയ പൈസ ഉള്ളതായിരുന്നു. അപ്പം അന്നത്തെ കാലങ്ങളിൽ ഇത്തരം ക്ഷേത്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് രാജാക്കന്മാരുടെ രീതിയായിരുന്നു. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റിൻ്റെയും പിന്നെ ഡക്കാൻ സുൽത്താനേറ്റിൻ്റെയും ഒക്കെ ആക്രമണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ ബാധിച്ച സമയത്ത് അതിൻ്റെ കൂടെ ഈ ഒരു ക്ഷേത്രവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രം വരുന്നത് ഹസൻ ജില്ലയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹസൻ ഏകദേശം 35 കിലോമീറ്ററാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നാണ് നിങ്ങൾ ഈ ക്ഷേത്രം കാണാൻ വരുന്നതെങ്കിൽ 220 കിലോമീറ്റർ ഉണ്ട്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വിമാനത്താവളങ്ങളൊന്നും വരുന്നില്ല. ബംഗളൂരുവിലാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഈ ക്ഷേത്രം മാത്രം കണ്ടുപോവാതെ ഹൊയ്സാലേശ്വര ക്ഷേത്രം ഹലിബേഡു ഇവിടുന്ന് അടുത്താണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാത്രമേ ഹലിബേഡുവിലോട്ടുള്ളൂ. ആ ഒരു ക്ഷേത്രം കൂടെ കണ്ട് ഈ 2 ക്ഷേത്രങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഹലിബേഡുയുടെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾ ഈ കാണുന്നവയൊക്കെ ഞാൻ പറഞ്ഞ ആക്രമണങ്ങളിൽ ഈ ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചപ്പം പല സ്ഥലങ്ങളിൽ നിന്നായി കിട്ടിയിട്ട് അത് ഈ ചുമരുകളിൽ കൊണ്ടുവച്ചതാണ്. ഇതൊക്കെ നശിപ്പിക്കപ്പെട്ടതാണ്. കാരണം ഇത്തരം വിഗ്രഹങ്ങളും ഇത്തരം കൊത്തുപണികളൊക്കെ അന്നത്തെ കാലത്ത് ആക്രമിച്ച രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. കേവലം സമ്പത്ത് കൊള്ളയടിച്ച് പോകുന്നതിനപ്പുറം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നത് കൂടി ചെയ്തതുകൊണ്ട് ഒരു സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരിക്കണം അന്നത്തെ രാജാക്കന്മാരുടെ ഉദ്ദേശം. എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് ധരിക്കുന്നവർ മറ്റ് വിശ്വാസങ്ങളെയും മറ്റ് സമ്പ്രദായങ്ങളെയൊക്കെ തള്ളിപ്പറയും. എല്ലാത്തിനെയും നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും
നമ്മുടെ ശരി പോലെ തന്നെ അത് അവരുടെ ശരിയാണെന്ന് ഉൾക്കൊള്ളാനും കഴിയുന്നിടത്ത് മാത്രമേ നമുക്ക് എല്ലാത്തിലും നന്മയും സ്നേഹവും ഒക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതും. കേവലം സമ്പത്ത് കൊള്ളയടിക്കുകയാണെങ്കിൽ സമ്പത്ത് കൊള്ളയടിച്ച് പോയാൽ മതി. ഒരു വീട് കൊള്ളയടിക്കുന്നവർ ആ വീടിനെ കൂടെ നശിപ്പിച്ച് കളയുന്നുണ്ടെങ്കിൽ അത് കേവലം ധനലാഭത്തിന് വേണ്ടി മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ ആക്രമിച്ച് നശിപ്പിച്ചതാണ് ഈ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ശേഷിപ്പുകളാണിത്. ഇത് പല ഭാഗങ്ങളിലായിട്ട് പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ നൂറ്റാണ്ടുകൾ കൊണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ കൊണ്ടുവച്ച് സൂക്ഷിച്ച് ഇന്ന് നമുക്കിപ്പോൾ കാണുന്ന രീതിയിലെങ്കിലും കാണാൻ പറ്റുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഹൊയ്സാല കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിന് ശേഷം 1000 മുതൽ 1346 വരെയായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ അവർ 958 സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വലിയ വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ കൂടാതെ, അതായത് അവരുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് കീഴിലല്ലാതെ നോക്കുകയാണെങ്കിൽ ഏകദേശം 1500-ലധികം ക്ഷേത്രങ്ങൾ ഹൊയ്സാല രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ പഴയ ലിഖിതങ്ങളിലും മധ്യകാല ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ ബേലൂർ, അല്ലെങ്കിൽ അവർ വിളിച്ചിരുന്നത് ബെലുഹൂർ എന്നായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വേലൂർ എന്നും പറയും. അതായിരുന്നു ഹൊയ്സാല രാജാക്കന്മാരുടെ ആദ്യകാല തലസ്ഥാനം. പിന്നീട് അവരുടെ തലസ്ഥാനം ഹേലിബേഡ് നിൽക്കുന്ന ഹൊയ്സാലേശ്വറിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ബേലൂര് തലസ്ഥാനമായ സമയത്താണ് നമ്മൾ ഈ കാണുന്ന ഒരു ക്ഷേത്രം അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഭൂമിയിലെ വൈകുണ്ഠം അല്ലെങ്കിൽ വിഷ്ണുവിന്റെ വാസസ്ഥലം എന്നൊക്കെയാണ് ഹൊയ്സാല എന്നുള്ള പേരിന്റെ അർത്ഥം വരുന്നത്. പിന്നീടാണ് അവർ അങ്ങോട്ട് അവരുടെ തലസ്ഥാനം മാറ്റിയത്. അവർ വൈഷ്ണവ സമ്പ്രദായത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു എന്നൊരു പക്ഷം പറയുന്നുണ്ട്. പക്ഷേ ഹൊയ്സാലേശ്വര ക്ഷേത്രം ശിവന് സമർപ്പിച്ചതായതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടുങ്ങിയ ചിന്താഗതി ഇല്ലാത്തവരായി ഒരു കുറച്ചുകൂടെ ഉയർന്ന ചിന്താഗതിക്കാരായിരുന്നു ഹൊയ്സാല രാജാക്കന്മാരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഹൊയ്സാല രാജാക്കന്മാരിൽ ഏറ്റവും പ്രബലനായിരുന്ന രാജാവായിരുന്നു വിഷ്ണുവർദ്ധൻ. അദ്ദേഹം 1110-നും 1117-നും ഇടയിൽ വിഷ്ണുവിന് സമർപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത്. അദ്ദേഹത്തിന്റെ കാലത്തല്ല ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, 100-ലധികം വർഷങ്ങൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. വിഷ്ണുവർദ്ധന്റെ കാലത്ത് കമ്മീഷൻ ചെയ്ത പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പറയുന്ന ചെന്നകേശവ ക്ഷേത്രം. ആയിരത്തി 1117 മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് 118 ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടും ഹൊയ്സാല രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള 118-ലധികം ലിഖിതങ്ങൾ ആ കാലഘട്ടങ്ങളിലായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്.
ഇനി ഈ ക്ഷേത്രത്തിനെ ആക്രമിച്ച ആ ആക്രമത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തെ ആക്രമിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ കമാൻഡറായിരുന്ന മാലിക് കഫൂർ ആണ്. മാലിക് കഫൂർ ഹൊയ്സാല സാമ്രാജ്യത്തെ മൊത്തമായിട്ട് ആക്രമിച്ചു. ആ സമയത്ത് അദ്ദേഹം അതിന്റെ തലസ്ഥാനമായിരുന്ന ബേലൂരിനെയും ആക്രമിക്കുന്നുണ്ട്. ആ കാലഘട്ടങ്ങൾ, അതായത് AD 1326 വീണ്ടും ഡൽഹി സുൽത്താനേറ്റ് ഈ ക്ഷേത്രത്തെയും ഈ നാടിനെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ ക്ഷേത്രത്തെ അവർ നശിപ്പിക്കുന്നത്. ആദ്യ ആക്രമണ സമയത്ത് ക്ഷേത്രങ്ങൾ ഒഴിവാക്കി രാജ്യത്തെയായിരുന്നു ആക്രമിച്ചതെങ്കിൽ രണ്ടാമത് ആക്രമിക്കുന്ന സമയത്ത് അവർ കൂടുതലായിട്ടും ക്ഷേത്രങ്ങളെ നശിപ്പിച്ച് കളയുക ചെയ്തത്. പിന്നീട് ഈ പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ വരികയും അവരാണ് വീണ്ടും ഈ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഹൊയ്സാല രാജാവായിരുന്ന വീരബല്ലാമ മൂന്നാമൻ മധുര സുൽത്താനേറ്റിനോട് പരാജയപ്പെട്ടതോടുകൂടി വീണ്ടും ഈ ക്ഷേത്രത്തെ അവരും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധി രാജാക്കന്മാരുടെ ആക്രമണം ഏറ്റുവാങ്ങിയ ഒരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ചെന്നകേശവ ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഉത്സവ കാലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നവയൊക്കെ. ഒരു പ്രധാനപ്പെട്ട തേരുണ്ട്, അത് ക്ഷേത്രത്തിന്റെ പുറത്താണ്, നമുക്കത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കാണാം. ഈ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റിലുമായിട്ട് 80ഓളം വലിയ കൊത്തുപണികളുണ്ട്. അതിൽ കൂടുതലും, അതായത് 32 എണ്ണവും മഹാവിഷ്ണുവായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ വരുന്നതിൽ മഹാവിഷ്ണുവിന്റെ 9 അവതാരങ്ങളെയും, അതായത് 10 അവതാരങ്ങൾ ദശാവതാരം എന്നാ പറയുക, അതിൽ കൽക്കി ഒഴിച്ച് ബാക്കി 9 അവതാരങ്ങളെയും ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചതായിട്ട് കാണാൻ പറ്റും. അതിൽ നരസിംഹം വരുന്നുണ്ട്, വരാഹം വരുന്നുണ്ട്, വാമനൻ, രംഗനാഥൻ, ബലരാമൻ, അങ്ങനെ എല്ലാ ദശാവതാരങ്ങൾ 9 എണ്ണത്തിന് 10ാമത്തെ കൽക്കിയില്ല, ബാക്കി 9ഉം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ശിവൻ, അതായത് ഹരിഹരനെ, പകുതി ശിവനും പകുതി വിഷ്ണുവായിട്ടുള്ള ഹരിഹരനെ കൊത്തി വെച്ചിട്ടുണ്ട്, സൂര്യനെ കൊത്തി വെച്ചിട്ടുണ്ട്, ദുർഗാദേവി ഉണ്ട്, മഹിഷാസുരമർദിനി ഉണ്ട്, പിന്നെ ഗണപതി, ബ്രഹ്മാവ്, ദ്രൗപദി, സരസ്വതി, ഗരുഡൻ, ചന്ദ്രൻ, അർജുനൻ, ദക്ഷൻ, ബാലി, ശുക്രാചാര്യൻ, അങ്ങനെ ഒരുപാട് കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് ഒരു രഥം കാണിച്ചു തരുന്നു. ഇവിടുത്തെ ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ആ രഥമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അത് പ്രധാനപ്പെട്ട ഇവിടുത്തെ രഥോത്സവം നടക്കുന്ന സമയത്ത് മാത്രമേ ഈ രഥം പുറത്തിറക്കാറുള്ളൂ. എന്നിട്ട് ഈ ക്ഷേത്രത്തെ ചുറ്റി വലം വെച്ച് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ ചടങ്ങുകൾക്കൊക്കെയാണ് ഈ ഒരു രഥം അല്ലെങ്കിൽ തേര് ഉപയോഗിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അതിവിടെ വെക്കുക ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. 1.5 മണിക്കൂർ ഞാൻ ക്ഷേത്രത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ കൂടിയാണ്. ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് ഓരോ ഭാഗങ്ങളും പോയി കണ്ട് മനസ്സിലാക്കി വരാം. പിന്നെ നമുക്കിതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, പുറമേ നോക്കുമ്പോൾ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഛായ കൂടി ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഗോപുരത്തിനുണ്ട്. രണ്ടും ഒരു ചെറിയ സാമ്യത നമുക്ക് തോന്നും. ഇനി എനിക്ക് ഇവിടുന്ന് നേരെ പോകേണ്ടത് ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. രാവിലെ ഇപ്പം നേരെ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ. ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകാം. പോകുന്ന വഴിയിൽ ഒരു കുഞ്ഞു ക്ഷേത്രം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിരുന്ന ഒരു ഗണപതിയുടെ അമ്പലമാണിത്. ഒരു കുഞ്ഞു ക്ഷേത്രം ഇവിടെ ഇങ്ങനെ ഉണ്ട്. നമുക്ക് ഇവിടെ കൂടി ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. കണ്ടില്ലേ, ഒരു കുഞ്ഞു ക്ഷേത്രമാണ്. ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. ഞാൻ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയിൽ ഞാനിത് കണ്ടിരുന്നു. അപ്പം വരുമ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇനി ഇത് അവിടെ കയറിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട്. എന്താ, നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും അതാണ് കഴിക്കാൻ കൂടുതൽ താല്പര്യം. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നമ്മുടെ ബേലൂർ ടൗണിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെതാ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ബേലൂരിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹര യാത്രയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.